അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പി നോക്കാം. ഫസ്റ്റ് ഒരു ബൗളിൽ 1 കപ്പ് പാലൊഴിക്കാം. എന്നിട്ട് 1/3 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ബട്ടർ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മെൽട്ടാവാൻ വേണ്ടി ഓവനിൽ വെക്കാം. അതിനുശേഷം വേറൊരു ബൗളിൽ 460 ഗ്രാം മൈദ എടുത്ത് വെക്കാം. ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ആക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്ത മെഷർമെൻറ്റിൽ 7 വലിയ ഡോണറ്റും പിന്നെ 20 മറ്റോ മിനി ഡോണറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഹാഫ് മെഷർമെൻറ്റ് വെച്ചിട്ട് ആക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ 2.25 ടീസ്പൂൺ ഈസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോൾട്ടിൻ്റെ മേലെ ഇതാവരുത്. സോൾട്ടും ഈസ്റ്റും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയാൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുണ്ടാവാൻ പാടില്ല. നേരത്തെ ഓവനിൽ മെൽട്ടാക്കി വെച്ചതായിരിക്കും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചൂടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കൈ കൊണ്ട് 15 മിനിറ്റ് കുഴച്ചെടുക്കണം. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, പക്ഷെ 15 മിനിറ്റ് തന്നെ ചെയ്യണം. എന്നാലേ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആവും. കൈകൊണ്ട് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മൈദ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ബോളിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ച് വെച്ച ഡോ ഇതിലേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറോളം വെക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം ഈ ഡോ എടുത്തിട്ട് ഇതുപോലെ പരത്തി, ചപ്പാത്തി പോലെ നേർങ്ങനെ പരത്തണ്ട. അത്യാവശ്യം തിക്നെസ് വേണം. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ടോപ്പോ അങ്ങനെ എടുത്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമൽ സൈസിൽ മാത്രമല്ല മിനി ഡോണറ്റും ആക്കിന്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് മിനി ഡോണറ്റ് ആക്കാം, അല്ലെങ്കിൽ നോർമൽ സൈസിൽ തന്നെ ആക്കാം. അപ്പോൾ ഡോണറ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 20 മിനിറ്റ് വെക്കണം. അതിനുശേഷം ഓരോന്നായി ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഡോണറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം. ഞാനിവിടെ ഓവനിൽ വെക്കുകയാണ് ചെയ്തത്. ഓവനിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി 20 സെക്കൻഡ്സ് വെക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. ഒറ്റയടിക്ക് ഫുള്ള് മെൽറ്റ് ചെയ്യരുത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 300 ഗ്രാമാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും. അങ്ങനെയാവുമ്പോൾ ഇത് ഡോണറ്റിൻ്റെ മേലെ നല്ല ക്ലീൻ ആയിട്ട് കോട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ കോട്ട് ചെയ്യാം. ഈ ഒരു മെഷർമെൻറ്റിൽ 25 ഡോണറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് മെഷർമെൻറ്റിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.